നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ 2025 നവംബർ 1 മുതൽ നവംബർ 8 വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ, അതായത് 1201 തുലാമാസം 15 മുതൽ 21 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നമുക്ക് ആദ്യമായി 1 ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം. ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം, 5-ൽ കേതു, 6-ാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട്, 7-ാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട്, അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട്. വൃശ്ചികത്തിലാണ്, അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ. കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട്, മീനൻ രാശിയിൽ ശനിയുമുണ്ട്. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി, 1 ഗ്രഹസ്ഥിതി. അവിടെ സൂര്യൻ ഏതായാലും നീചസ്ഥിതിയാണ്, ശുക്രനാണെങ്കിൽ നീചസ്ഥിതനാണ്. പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് 1 ശുഭാശുഭ ഫലങ്ങളാണ്. 2 ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിനൊരു വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, വാരഫലം ശ്രദ്ധിക്കുക. നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. രാശിയിൽ വ്യാഴമുണ്ട്, 2-ാം ഭാവത്തിൽ കേതുവാണ്, 3-ൽ ശുക്രൻ, 4-ൽ ആദിത്യൻ, 5-ാം ഭാവത്തിൽ ചൊവ്വ ബുധൻ, അഷ്ടമത്തിൽ ചന്ദ്രൻ രാഹു, 9-ാം ഭാവത്തിൽ ശനി. ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി. ഇവിടെ ജന്മവ്യാഴമാകുന്നു. പലപ്പോഴും മാനസിക സംഘർഷങ്ങൾ വളരെയധികം വരും. തിളക്കുന്ന വെള്ളം നിറച്ചുള്ള പാത്രം കണക്കായി തപിക്കും മനസ്സത്തു ഗാത്രമെന്നാണ് പയ്യന്നൂർ പൊതുവാൾ പാടിയിരിക്കുന്നത്. ശരീരവും മനസ്സും വെള്ളം തിളക്കുന്നത് പോലെ തിളച്ചുകൊണ്ടിരിക്കും. നിലക്കൊന്ന് ഇളക്കം ഗമിക്കും. താൻ ഉള്ള സ്ഥലത്ത് നിന്ന് തനിക്കൊരു ചലനം സംഭവിക്കും. ജോലിയിലായാലും മറ്റ് കർമ്മമേഖലയിലായാലും ഒക്കെ തന്നെ. മന്ത്രി ജന്മം ഗമിക്കേ, വ്യാഴം ലഗ്നത്തിൽ വരുമ്പോൾ കയർക്കും ജനം. തങ്ങളുടെ ജനങ്ങൾ കയർത്ത് സംസാരിക്കും. വിത്തവും പോവും. പല രീതിയിലുള്ള ധനനഷ്ടങ്ങളും വരും. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. കർക്കിടക രാശിക്കാർക്ക് ധനാധിപനായ സൂര്യൻ വളരെ നീചസ്ഥനായി നിൽക്കുന്നു. വാഹനാപകടങ്ങൾ ധാരാളം ഉണ്ടാകും. വാഹനം തട്ടുക, ഇടിക്കുക, മുട്ടുക, അപ്രകാരം വാഹനം കൊണ്ടുള്ള വലിയ ക്ലേശങ്ങൾ ഉണ്ടാകും. പലപ്പോഴും തന്നെ വാഹനങ്ങൾ മോഷണം പോകാൻ സാധ്യതയുണ്ട്. വാഹന അപകടങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞു. അതിനാൽ ജാഗ്രത പാലിക്കണം വാഹന വിഷയത്തിൽ. പലപ്പോഴും ഈ ഒരു വാരം തൻ്റെ പൊങ്ങച്ചം, താൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വലിയ ആളാകാൻ ശ്രമിച്ചാൽ തന്നോട് ബന്ധുക്കളും ജനങ്ങളും കലഹിക്കുന്ന സമയമാണ്. തുരീയ ദിനേശ അതിശോഭാധികാര ജനസമ്പ്രജൻ വിഗ്രഹം ബന്ധുതോപി. തൻ്റെ ശോഭ കാരണം ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കും. പ്രവാസി, താൻ ദേശം വിട്ടുപോകും. ലക്ഷ്യമില്ലാതെ എവിടെയെങ്കിലും ഓടിപ്പോകാൻ ശ്രമിക്കും. ദേവിയെ തീയൊരു വാരമെന്ന് ചിന്തിക്കരുത്. പ്രവാസി ദേശം വിട്ടുപോകും. വിപക്ഷാഹവേ മാനഭംഗം. ശത്രുവുമായി യുദ്ധം ചെയ്ത് തൻ്റെ അഭിമാനത്തിന് ഭംഗമുണ്ടാകും. കഥാചിത്ന ശാന്തം ഭവേത്തസ്യ ചേതഃ. ഒരിക്കലും മനസ്സിന് സമാധാനമുണ്ടാകില്ല. ഇവിടെ സുഖാധിപനായ ഗ്രഹമാണ് നീചത്തിൽ നിൽക്കുന്നത്. പലപ്പോഴും ഫാമിലി ലൈഫിൽ, സ്ത്രീ വിഷയത്തിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ വരും. ലഗ്നാധിപനായ ചന്ദ്രൻ നിൽക്കുന്ന അഷ്ടമത്തിലാണ്. തനിക്ക് ശാരീരികമായും മാനസികമായും ക്ലേശങ്ങൾ ധാരാളം വരും. 8-ൽ ചന്ദ്രൻ വരുമ്പോൾ സഭാവിദ്യതയെ ഭവിഷ്യജീതസ്യ ഗേഹേ. തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പും ആകുമെന്നാണ്. താൻ സംരക്ഷിക്കേണ്ട ജനങ്ങൾക്ക് രോഗം വരിക. പരിവാരം, തൻ്റെ ഭർത്തവ്യം, താൻ ഭരിക്കപ്പെടേണ്ടുന്ന, തന്നാൽ ഭരിക്കപ്പെടേണ്ടുന്ന ആളുകൾ, ഇവർക്കൊക്കെ രോഗാദി അരിഷ്ടതകൾ വന്ന് അവശത കുടുംബജീവിതത്തിൽ ഉണ്ടാകും. വളരെയധികം മോശപ്പെട്ടൊരു വാരമാണ് യഥാർത്ഥത്തിൽ കർക്കിടക രാശിക്കാർ. പക്ഷേ 2 മേഖല, കർമ്മമേഖലയ്ക്ക് നല്ല സാധ്യതകളുണ്ട്. അപ്രകാരം തന്നെ കാശുണ്ടാക്കാനുള്ള ധാരാളം അവസരങ്ങൾ വരും. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കണം. അന്യർ കൊണ്ടുപോകാൻ പാടില്ല. 5-ാം ഭാവത്തിൽ ബുധനും ചൊവ്വയും ഒന്നിച്ച് നിൽക്കുന്നു. നല്ല കൺസൾട്ടൻ്റ് ആകാം. കൺസൾട്ടൻ്റായി തൻ്റെ കാശ് വാങ്ങാം. ഇവിടെ പലപ്പോഴും കാശുണ്ടാക്കുമ്പോൾ അതിൻ്റെ വഴിയിൽ പിറകെ തന്നെ വിജിലൻസ് പോലുള്ള സർക്കാരിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ തനിക്ക് പിറകെ വരുന്നതാണ്. അതിനാൽ കൈക്കൂലി വാങ്ങുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് വാങ്ങേണ്ടുന്ന വാരമാണ്. പിടിക്കപ്പെടാം. പഠിതാക്കൾക്ക് നല്ല സമയമാണ്. എഴുത്തുകാർക്ക് നല്ല സമയമാണ്. തൻ്റെ ബുദ്ധി സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കാം. അഷ്ടമത്തിൽ ചന്ദ്രൻ വരുമ്പോൾ അപ്രകാരമാണ് ഫലം. ബഹുമതി അതങ്ങേയറ്റം ബുദ്ധി ഉപയോഗിക്കും. രോഗത്താൽ പീഡിതരാകും. ഇവിടെ ബുദ്ധിമതി നല്ലതാണ്. 5-ൽ ബുധൻ വരുമ്പോൾ എങ്ങനെ കാശുണ്ടാക്കാം എന്നൊക്കെ അറിയാം. പലർക്കും പല കാര്യങ്ങളും ചെയ്ത് കൺസൾട്ടൻസി നടത്തി, പുസ്തകരചന നടത്തി, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വ്യാപൃതനായി കാശ് ഉണ്ടാക്കാൻ
നല്ലതാണ്. പക്ഷേ അത് സംരക്ഷിക്കാനും പഠിക്കണമെന്ന് മാത്രം. ഇവിടെ നിർബന്ധമായും ദേഹമൊട്ട് നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ. അപ്രകാരം നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. പലപ്പോഴും അമ്മാമന്മാർക്ക് വളരെയധികം ദോഷ സമയമാണ് ഈ ഒരു വാരം. അപ്രകാരം തന്നെ മാതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പൂജയോ ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. എല്ലാ കർക്കിടക രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.